മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്ന മെസ്സേജസ്, നിങ്ങൾക്ക് വരുന്ന കാഴ്ച എന്താ നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ല, ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി നമുക്കൊരു യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്ന് നിങ്ങൾക്ക് വരുന്നത് 7 of Pentacles, King of Wands and Queen of Cups. ഐ തിങ്ക് നിങ്ങൾക്കിന്ന് ഇവിടെ എടുത്തു കണ്ടത് ഞാൻ ആദ്യം തന്നെ പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടാവാം, ഫാമിലിയിൽ എന്തെങ്കിലും കൺസേൺ. അതായത് എനിക്ക് അമ്മ എന്ന രീതിക്ക് വന്നു, ഒന്നുമില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ കാണിക്കുന്നതായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, നിങ്ങളുടെ നേച്ചറിലേക്ക് വളരെയധികം ലവിങ് ഗിവിങ് ആയിട്ട് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഓവർ ഗിവിങ് ചെയ്യുന്ന ആ വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തന്നെ കാണിക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെയധികം കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, വളരെ കെയറിങ് ആണ് നിങ്ങൾ. വളരെയധികം ഫാമിലി ആയാലും ശരി, ആരായാലും ശരി, ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യും. നിങ്ങൾ ഒരുപാട് അവരെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വളരെയധികം പ്രയോറിറ്റി കൊടുക്കും. നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനായാലും സ്നേഹം കൊടുക്കാനായാലും കെയർ ചെയ്യാനായാലും എല്ലാം അങ്ങനെ നിങ്ങൾ കരുതുന്ന ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആൻഡ് ഓവർ ഗിവിംഗ് എന്ന് പറയും ആക്ച്വലി. ക്വീൻ ഓഫ് കപ്സിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് നമ്മൾ ഒരുപാട് ചെയ്തു കൊടുക്കുന്ന ഒരു നേച്ചർ, അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം. ആൻഡ് പക്ഷേ നിങ്ങൾ തന്നെ ഐ തിങ്ക് ഇവിടെ സ്ട്രെസ് ഔട്ട് ആവുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ് ആവുന്നുണ്ട് നിങ്ങൾക്കിതൊക്കെ. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കുറേ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് തിരിച്ച് ചിലപ്പോൾ സമയത്ത് കിട്ടാതെ വരുമ്പോൾ അത് നമുക്കൊരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ഫാമിലി റിലേറ്റഡ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത്. ഫാമിലി റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഫാമിലിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങാമെന്നാണ്. ഈ ക്വീൻ ഓഫ് കപ്സിൽ നമ്മളൊരു അഡ്വൈസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണം, വേണ്ടാന്നല്ല, അവരെ കെയർ ചെയ്യാം, സ്നേഹം കൊടുക്കാം, എല്ലാം വേണം. പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ കൂടെ നമ്മളെപ്പോഴും ആക്ച്വലി സെൽഫ് ലവ് ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് പറയുന്ന നമ്മളൊരു വാക്കുണ്ട്, എന്താ പറയുക, ഞാനും എന്നാണ് പറയാം. ഓക്കെ, ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുക. അല്ലാതെ മറ്റുള്ളവർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. സെൽഫ് ലവിൻ്റെ അർത്ഥം അതല്ല. എന്നിട്ട് മറ്റുള്ളവരെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് എന്നെ തന്നെ കെയർ ചെയ്യാം, അങ്ങനെയല്ല. ഓക്കെ, മറ്റുള്ളവരും ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ, പക്ഷെ ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു കാര്യമാണ്. സോ ഇവിടെ നിങ്ങളോട് ഇന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു എനർജിയിൽ പറയുന്നത്, നിങ്ങൾ മേ ബി ഒരുപാട് സ്ട്രെസ് ആവുന്നുണ്ടാവും മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത്, ഫാമിലിയെ കുറിച്ച് ഓർത്ത്. അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വല്ലാതെ വറീഡാണ്. ഓക്കെ, പക്ഷെ മേ ബി നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട കെയർ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളോട് പറയുന്ന ഒരു അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്നാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു തിരിച്ച് ഇങ്ങോട്ട് അധികം കിട്ടാറില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ചെയ്തിട്ടും അതിൻ്റെ ഒരു ഇതിപ്പോൾ ജോലിയുടെ കാര്യമല്ല, ഇവിടെ കൂടുതലും ഒരു ഫാമിലി റിലേറ്റഡ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാരീഡ് ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ ആണെങ്കിലും, ലൈക്ക് അവിടെ എവിടെയായാലും, ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഒക്കെ ഐ തിങ്ക് നിങ്ങൾ അങ്ങോട്ട് മാത്രം കൂടുതൽ ചെയ്തു കൊടുത്തു, പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാത്തൊരു ഇതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് എപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നല്ല റിസൾട്ട് കിട്ടും എന്ന് നിങ്ങളെപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ്. വെയിറ്റിംഗ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ കൊടുക്കുന്ന ഒന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല, അത് മനസ്സിലാക്കുക നിങ്ങൾ. അതായത് കൊടുക്കുന്ന ഇൻ ദ സെൻസ് പൈസ കൊടുക്കുന്ന കാര്യമില്ല കേട്ടോ, പണമായാലും ശരി, എന്ത് തന്നെയായാലും ശരി, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സ്നേഹം ഒന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഓക്കെ, കാരണം ഇവിടെ ഈ കാർഡിൽ നമ്മൾ
ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എപ്പോഴാണ് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുക എന്ന രീതിയിൽ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലെന്ന് എനിക്ക് കാണുന്നുണ്ട്. സ്ട്രെസ് കാണുന്നുണ്ട്, ടെൻഷൻ, ഒരു സങ്കടം കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് പേടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാം, നിങ്ങളിടുന്ന എഫേർട്സ് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം വേണ്ടെന്നല്ല, പക്ഷെ നിങ്ങളെ മറന്നിട്ടാവരുത്. ഓക്കെ, അവനവനെ മറന്നിട്ടാവരുത്. സോ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. കിങ് ഓഫ് ഫയർ ഉണ്ട്. നിങ്ങളുടെ അഗെയിൻ നിങ്ങൾ വളരെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാറുണ്ടാവും. ഓക്കെ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഹെൽപ്പ് ചെയ്യുക, വഴികൾ കാണിച്ചു കൊടുക്കുക, ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ഐ തിങ്ക് നിങ്ങൾ വളരെയധികം അങ്ങോട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. ബട്ട് നിങ്ങൾ സ്വന്തം കാര്യം കൂടി ചെയ്യൂ. ഓക്കെ, ആ ഇൻസ്പിറേഷൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അവനവന് വേണ്ടി അത് ഉപയോഗിക്കാൻ തുടങ്ങും, യൂസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യൂ. നിങ്ങളുടെ പാഷൻ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യൂ. അതൊന്നും മാറ്റി വെക്കരുത്. ഓക്കെ, അല്പമൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾക്ക് ചെയ്യാം. അല്പമല്ല, ആക്ച്വലി ഒരു 50% അങ്ങോട്ട് കൊടുക്കുന്നതിന് 50% നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻസ്പിറേഷൻ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് നല്ലോണം. ഈവൻ ഐ തിങ്ക് നിങ്ങൾ എന്താ പറയുക, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മറ്റുള്ളവർ കൂടി ഇൻഫ്ലുവൻസ് ആവട്ടെ, ആ രീതിക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ബി ബോൾഡ്, എന്താ പറയുക, നിങ്ങൾ ബോൾഡ് ആവുക, കുറെ കൂടി കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, ഈ ഒരു ഇതിലേക്ക് വരിക. നിങ്ങളുടെ ഉള്ളിലുണ്ട് അത്, ആ ഒരു ശരിക്കും നിങ്ങൾ അടക്കി വെക്കുകയാണ്. ഓക്കെ, നിങ്ങളത് മറ്റുള്ളവരുടെ മുമ്പിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവനവൻ്റെ ആ ഒരു കഴിവ് എല്ലാം നിങ്ങൾ മാറ്റി വെക്കുകയാണ്. അത് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിലൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റിന്യൂവൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങണം. ഓക്കെ, അങ്ങോട്ട് കൊടുത്തതൊക്കെ ഓക്കെ, അത് വേണം, അത് ചെയ്യണം, അത് എപ്പോഴും വേണം. പക്ഷെ രണ്ടും എപ്പോഴും ബാലൻസ് കൊണ്ടുപോകണം എന്നാണ് പറയാം. അതായത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതും എല്ലാം നമ്മളൊരു ബാലൻസിൽ കൊണ്ടുപോകണം. എല്ലാം വേണം എന്നാണ്. ഓക്കെ, സോ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടെ കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരായാലും അവരുടെയൊക്കെ മുമ്പിൽ മേ ബി നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി മാത്രം അങ്ങോട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അവർക്ക് വിഷമം വരരുത്, അവർക്ക് ടെൻഷൻ വരരുത് എന്ന് വിചാരിച്ചു. പക്ഷെ അത് എപ്പോഴും നിങ്ങളെ കൂടി ബാധിക്കാൻ തുടങ്ങും. അതാ പറയുന്നത്, ഇത് ആക്ച്വലി നിങ്ങളെ ബാധിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ശരിക്കും ആ ഒരു സങ്കടമായിരിക്കാം നിങ്ങൾക്ക് മേ ബി തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എക്സ്പെക്റ്റ് ചെയ്യരുത് എന്ന് നമ്മൾ പറയും. ഓക്കെ, പക്ഷേ അങ്ങനെ എക്സ്പെക്റ്റ് ഒട്ടും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട, നിങ്ങൾ അവനവന് കൊടുക്കൂ. ഓക്കെ, മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ആക്ച്വലി അത് പറയാം, നിങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് അവരെ കെയർ ചെയ്തു, അവരെ ചോദിച്ചു, അവരെ അന്വേഷിച്ചു, അവരെന്നെയും ചെയ്യോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ എന്താ, അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. സോ അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ വിട്ട് കളയുക. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ആക്ച്വലി പുതിയത് വരാനുള്ള സാധ്യതയാണ് നിങ്ങളെ കെയർ ചെയ്യുന്ന തരത്തിൽ. അങ്ങനെയാവാട്ടോ കുറച്ച് പേർക്ക്. സോ കിങ്ങും ക്വീനും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മേ ബി കുറച്ച് പേർക്ക് നിങ്ങളെ കെയർ ചെയ്യുന്ന തരത്തിലൊരു വ്യക്തി, അവർക്ക് വളരെ നിങ്ങളെ കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാം കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് അത് ഫ്രണ്ടും ആവാട്ടോ, അല്ലാതെ ഞാൻ റിലേഷൻഷിപ്പ് എന്നല്ല ഉദ്ദേശിച്ചത്, ഫ്രണ്ട്സ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. എനിവേ, നിങ്ങളുടെ ലൈഫിൽ ഒരു റിന്യൂവൽ ആണ് എനിക്ക് കാണുന്നത്, റീബർത്ത് ആണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ അവനവനെ കുറിച്ച് ഇനി ചിന്തിക്കാൻ തുടങ്ങും എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത്. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവനവനെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ കാണും. ഓക്കെ, മറ്റുള്ളവർ കൂടി നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യട്ടെ. അവർ നിങ്ങൾ വെറുതെ അങ്ങോട്ട് മാത്രം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വാല്യൂ ഉണ്ടാവില്ല, ആ ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല അവർക്ക്. ഓക്കെ, കുറച്ചൊക്കെ അവനവനെയും നിങ്ങൾ ചെയ്യണം. ഞാനും മാറ്റർ ആണ് എന്ന് പറയണം. ഒബ്സഷൻ, ഡീറ്റെയിൽസ്, ക്ലാരിറ്റി, വെഡിങ്. ഓക്കെ,
ആൻഡ് വി ക്യാൻ ഹെൽപ്പ് യു. സി യൂണിവേഴ്സാണിത്. ഫ്ലൈ എന്ന് പറയുന്നുണ്ട്. ഫ്ലൈ ആൻഡ് ഡ്രീം. സി നിങ്ങളോട് ഞാൻ ഇവിടെ ആക്ച്വലി ഒരു ഡ്രീമർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഞാനത് കണ്ടതാണ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ശരിക്കും ഉയർച്ച നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ആകാശം തന്നെ എന്താ പറയുക, ഫുൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, സോ ഫോളോ യുവർ ഡ്രീംസ് ഫസ്റ്റ് ഓഫ് ഓൾ. ആക്ച്വലി ചിലപ്പോൾ ഡ്രീം സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈനുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കിട്ടും. ഓക്കെ, യെസ്, അഗൈൻ ഡ്രീംസിൻ്റെ കാര്യമുണ്ട്. ഡ്രീംസ് ഉണ്ട് ആക്ച്വലി, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യൂ എന്ന തരത്തിലുമാണ്. ഇവിടെ ഒബ്സഷൻ ഉണ്ട്, ഡീറ്റെയിൽസ്, ക്ലാരിറ്റി. ഇത് മൂന്നും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച്, ഓക്കെ, നിങ്ങൾക്ക് ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾ എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾ എന്തിനെയോ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, എന്തോ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. മേ ബി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ ഐ തിങ്ക് അതിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫാഷൻ എന്താ പറയുന്നത്, പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഐ തിങ്ക് നിങ്ങൾ എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി ഒരു ജോലിയുടെ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചാണെങ്കിലും ഓക്കെ, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക, കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുക. ദാറ്റ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് ഇത് ഒബ്സഷനായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കൂടുതൽ നമ്മൾ പറയില്ലേ ഒരു കാര്യത്തിൻ്റെ പുറകെ നിങ്ങൾ നടക്കുന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഓക്കെ, ഒന്ന് സൂക്ഷിക്കാം. ഐ ഡോണ്ട് നോ വൈ. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾ ഇത്ര വറീഡ് ആവുന്നത്, യെസ്, ഒബ്സഷൻ ആ രീതിക്ക് എടുക്കാം. ഓക്കെ 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 ഓവർ തിങ്കിങ്. ഓക്കെ, ഇതിവിടെ നിങ്ങളുടെ എന്തോ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, ആലോചിച്ച് കൂട്ടുന്നുണ്ട് നിങ്ങൾ. അത് നിങ്ങളുടെ മനസ്സിൽ ശരിക്കും അതെന്തോ ടെൻഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക്. അത് എന്തിനാന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ കൂടെയുള്ള ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചായിരിക്കാം, ജോലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചായിരിക്കാം. എന്തോ ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നിങ്ങൾ ആലോചിച്ച് കൂട്ടി നിങ്ങൾ അതിനെക്കുറിച്ച് ഒബ്സസ്ഡ് ആവുന്നുണ്ട്. ഒബ്സസ്ഡ് എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ്ങിലേക്ക് പോവാം, അല്ലാതെ ആലോചിച്ച് കൂട്ടി നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് വരെ പോവാം. സോ ആ രീതിക്ക് ഒരു ഒബ്സഷൻ കാണുന്നുണ്ട്. നിങ്ങളെന്തോ അറിയാൻ ശ്രമിക്കുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത്, യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതിന് ആ ഡീറ്റെയിൽസ് യൂണിവേഴ്സ് നിങ്ങളെ വി ക്യാൻ ഹെൽപ്പ്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നാണ് പറയുന്നത്. ആരോടെങ്കിലും സഹായം ചോദിക്കുക. ഓക്കെ, ആക്ച്വലി ക്വീൻ ഓഫ് കപ്സ് എനർജി നമുക്ക് വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ളത് നിങ്ങളുടെ അമ്മയാവാം, അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ, അങ്ങനെ ആരെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആവാം, ക്ലോസ് ഫ്രണ്ട്സ് ആവാം, ഒരു ലേഡി ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ജെൻസും ആവാം. അതായത് നിങ്ങളെ കെയർ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തി ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുമായിരിക്കും. അവരോട് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ എന്താണോ പ്രോബ്ലംസ് ഗോ ത്രൂ ചെയ്യുന്നത് അവരോട് പറയാൻ ശ്രമിക്കുക. മേ ബി കൗൺസിലർ ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലും കൗൺസിലിങ്ങോ നിങ്ങൾക്ക് ആരോടെങ്കിലും അങ്ങനെ ഈ ടെൻഷൻസ് ഒരുപാട് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ, ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് കുറച്ച് മേ ബി ഡോക്ടറും ആവാം കേട്ടോ. ഓക്കെ, യെസ്, ഹെൽത്ത് വൈസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കരുത്. ഡോക്ടർ എന്ന രീതി കൂടി എടുക്കും നമ്മൾ. സോ ഇവിടെ വി ക്യാൻ ഹെൽപ്പ് യു എന്ന് പറയുന്നുണ്ട്. സോ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിപ്പോൾ യൂണിവേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് കാര്യങ്ങൾ, കാരണം എന്തോ നിങ്ങൾ ആലോചിച്ച് വല്ലാതെ വറി ചെയ്യുന്നുണ്ട്, എന്തോ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന കാര്യമായിരിക്കാം. സോ അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ക്ലാരിറ്റി കിട്ടും എന്നാണ്. ബട്ട് ഐ തിങ്ക് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പ്ലീസ് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നാണ്. മെയിനായിട്ട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കുക. കാരണം ഓവർ തിങ്കിങ്ങിലേക്ക് പോയിക്കാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ ഓക്കെ, ഒരേ കാര്യം നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ മനസ്സ് പോകുമ്പോൾ നല്ല വശത്തേക്കല്ല നമ്മൾ പോവുക, അത് കൂടുതൽ നെഗറ്റീവിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുക. സോ ബി കെയർഫുൾ. ഓക്കെ, ആൻഡ് വെഡിങ് റിലേറ്റഡ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് വെഡിങ് വരുന്നുണ്ട് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ മേ ബി റിലേഷൻഷിപ്പ് വരാനുള്ള ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട്, മാരേജ് ഓഫർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വെഡിങ് നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു വെഡിങ് ഫംഗ്ഷന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത, അതും ആവാം. വേറെ ആരുടെയെങ്കിലും വെഡിങ്ങിന് പോകാനുള്ള സാധ്യത, എന്തോ ഒരു വെഡിങ് റിലേറ്റഡ് കാര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മാരേജിനെ കുറിച്ച് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം. സോ ഇവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു പ്രപ്പോസൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് മേ ബി നിങ്ങൾ അതിനെക്കുറിച്ചായിരിക്കാം ചിന്തിക്കുന്നത്. മേ ബി ഒരു പ്രപ്പോസൽ വന്നു, ഇനിയിപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ, സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിക്കുന്നതായിരിക്കാം. സോ മേ ബി ആരുടെയും അഡ്വൈസ് എടുക്കാം. മെയിനായിട്ട് കുറച്ച് പേർക്ക്
എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാച്ച് ആവണമെന്നില്ല, വെഡിങ് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്തോ കാര്യം നിങ്ങൾ വല്ലാതെ സ്ട്രെസ് ഔട്ട് ആവുന്നുണ്ട്, പ്ലീസ് ഗെറ്റ് ഹെൽപ്പ്. എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ അതാണ് ഇവിടെ വന്നത്. ഐ തിങ്ക് ഈ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾ ശരിക്കും അത് പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾക്ക് കേട്ടോ. ബി കെയർഫുൾ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ഡ്രീംസ് ഫോളോ ചെയ്യുക, അതിൻ്റെ അഡ്വൈസ് എടുക്കുക വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട്. സോ എല്ലാം നല്ലത് വരും. ബട്ട് ഐ തിങ്ക് നിങ്ങളൊന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങാം എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.